ശാന്തി ദിനേശ് വെച്ച് പറയാൻ ഞാൻ ആരുമല്ല. അവര് വഴക്ക് പറഞ്ഞ ചെങ്ങൈമാരായില്ലേ? എപ്പോ നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ? ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്കാരിമാരല്ല. ശാന്തി ദിനേശ് ഒരു അപൂർവ ജന്മമാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. മൈക്കൽ ആംഗലോ പോലെയോ പിക്കാസോ പോലെയോ ലിയാനോ ഡാവിഞ്ചി പോലെയോ ഒരു അത്ഭുത പ്രതിഭയാണ്. അധികം സിനിമയോ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവനാള് കൊള്ളാലോ, ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി. ഇത് കാണാത്ത ചെറിയ കുട്ടി പോലും ഇല്ല. ഇത് പുതിയ സിനിമാക്കാർക്ക് ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. പല ഫിലിം സ്കൂളിൽ പഠിപ്പിക്കലുണ്ട് ബംഗ്ലാവിലാവുന്ന എങ്ങനെ ഒരു പടം ഡയറക്റ്റ് ചെയ്യണം. ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. അത് ദിനേശ് അടുത്ത ക്രിസ്റ്റഫർ നോളൻ അല്ലെങ്കിൽ സ്പിൽബർഗ്, ജെയിംസ് കാമറൂൺ ആ ലെവലിൽ വരുന്ന ഒരു അതുല്യ പ്രതിഭയാണ്. പക്ഷെ 40 വർഷത്തിൽ ഒറ്റ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ഒറ്റ സിനിമ മതി. ഇതൊക്കെ എന്ത് എത്രയോ ആദ്യമായിട്ട് 120 കോടി ക്രോസ് ചെയ്ത കമ്പനി ഫിലിമാണ്. ശാന്തി ദിനേശിനൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഫ്ലാഷ് ബാക്ക്. നിങ്ങളെന്താ ഗുണ്ടിയാണോ? പത്രത്തിൽ അഭിനയിക്കുകയും ചെയ്യണം. അത്രയ്ക്ക് ആകാര സൃഷ്ടിയുള്ള, അത്രയ്ക്ക് കാണാൻ ഭംഗിയുള്ള, പൗരുഷമുള്ള ശരീരമുള്ള ഒരാളാണ് ശാന്തി ദിനേശ്. എന്റെ അമ്മയെ നാട്ടിച്ച് അദ്ദേഹം അഭിനയിക്കുകയും ചെയ്യണം. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.